കീം 2026 ഇപ്പോൾ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായും എഴുതേണ്ട ഒരു എക്സാമാണ് കീം. അപ്പോൾ കീം എക്സാം എഴുതുന്നത് എഞ്ചിനീയറിങ്ങിന് മാത്രമല്ല, ബിഫാമിന് ജോയിൻ ചെയ്തവർക്കും എക്സാം എഴുതണം. പക്ഷെ ഇത് രണ്ടും വ്യത്യസ്തമായ പരീക്ഷകളാണ്. അപ്പോൾ ഈ കീം എക്സാമിന് നമ്മൾ എപ്പോൾ മുതൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നുള്ളത് പല കുട്ടികൾക്കും ഒരു സംശയമുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, കീം എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിൽ എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യാം. അതുകൂടാതെ IIT പോലെ അല്ലെങ്കിൽ NIT പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിങ്ങിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ JEE മെയിൻ, അഡ്വാൻസ് തുടങ്ങിയ എക്സാംസ് ഒക്കെ ക്രാക്ക് ചെയ്യണം. അതിന് കുറച്ചും കൂടെ പ്രിപ്പറേഷൻ ആവശ്യമാണ്. അപ്പോൾ കീം എക്സാം ഫോക്കസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ +2 പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് കീം എക്സാമിനും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അതായത് നമുക്കറിയാം, കീം എക്സാമിന് നമുക്ക് +1ന്റെ സബ്ജക്ട്സും അതേപോലെ തന്നെ +2ന്റെ സബ്ജക്ട്സുമാണ് വരുന്നത്. അപ്പോൾ നമ്മൾ +2 നമ്മൾ ബോർഡ് എക്സാമിന്, അതിപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും CBSE ആണെങ്കിലും ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അതാത് സബ്ജക്ട്സ്, ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ കീം എക്സാമിനും കൂടെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ഇത്രയേ ഉള്ളൂ. നമുക്കിപ്പോൾ എന്തായാലും സബ്ജക്റ്റ് അറിയാം. അപ്പോൾ കീം എക്സാമിന് നമുക്ക് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ്റെ പാറ്റേണും അതേപോലെ അത് സോൾവ് ചെയ്യുന്ന രീതികളൊക്കെ വ്യത്യസ്തമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നിങ്ങളുടെ ബോർഡ് എക്സാം കഴിയുമ്പോൾ നിങ്ങൾക്ക് +1ന്റെ ടോപ്പിക്സ് റിവൈസ് ചെയ്ത് അതും ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈം കിട്ടും. അപ്പോൾ ബോർഡ് എക്സാം കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഫുള്ളായിട്ട് പഠിക്കാനും അത് റിവൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ടൈം കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി നമ്മൾ ലേണിനോ ആപ്പിൽ നമ്മൾ കീമിൻ്റെ കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇതിൽ കംപ്ലീറ്റ് സിലബസ് അനുസരിച്ച് റെക്കോർഡഡ് ലെക്ചേഴ്സ്, അതിൻ്റെ PDF മെറ്റീരിയൽ, MCQs, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ, ടെസ്റ്റ് സീരീസ്, അതേപോലെ തന്നെ നമ്മൾ ചാപ്റ്ററിൻ്റെ ഹൈലൈറ്റ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള മാരത്തോൺ MCQs, അങ്ങനെ ഒരുപാടധികം കണ്ടന്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ അത് വെച്ച് പഠിക്കാനായിട്ട് സാധിക്കും. ഏത് ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും കാണാം, പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ട്രാക്കിൽ നിങ്ങൾക്ക് പഠിച്ചു പോവാം. ബോർഡ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇൻറ്റൻസീവ് കോച്ചിങ്ങോട് കൂടി നമുക്ക് ഫൈനൽ എക്സാം വരുമ്പോൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ടെസ്റ്റ് സീരീസുകളാണ് മറ്റൊരു ഹൈലൈറ്റ്. ടോപ്പിക് വൈസ് ആയിട്ടും അതേപോലെ തന്നെ മോഡൽ എക്സാം പോലെ നമ്മൾ എങ്ങനെയാണോ എക്സാം എഴുതുന്നത് ആ പാറ്റേണിലും ഒക്കെ നിങ്ങൾക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ മാർക്ക് കാണാം, ആൻസർ കാണാം. എത്ര പ്രാവശ്യം വേണമെങ്കിലും ഓരോ ടെസ്റ്റുകളും ചെയ്ത് നോക്കാനും സാധിക്കും. അപ്പോൾ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഇനി കംപ്ലീറ്റ് കോഴ്സ് വേണ്ട എന്നുള്ളവർക്ക് ഓരോ സബ്ജക്റ്റ് ആയിട്ട്, ഇപ്പോൾ ഫിസിക്സ് മാത്രം, കെമിസ്ട്രി മാത്രം, മാത്സ് മാത്രം, അങ്ങനെയും ഇനി ടെസ്റ്റ് സീരീസ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസ് ആയിട്ടും, MCQം ടെസ്റ്റ് സീരീസും മാത്രം വേണമെങ്കിൽ അങ്ങനെയും ഒക്കെ നിങ്ങൾക്ക് ഏത് രീതിക്കാണോ വേണ്ട അതിനനുസരിച്ചൊക്കെ കോഴ്സുകൾ ലേണിനോ ആപ്പിൽ അവൈലബിൾ ആണ്. അത് കൂടാതെ ഇപ്പം നമ്മളൊരു സ്പെഷ്യൽ ഓഫർ ഉണ്ട്. നമ്മുടെ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽസ്, അതായത് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് ഈ കോഴ്സുകളുടെ കൂടെ നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് ലിമിറ്റഡ് പീരീഡ് ഓഫറാണ്. സോ ഇതിൽ ഈ ഒരു ഓഫറിലൂടെ നമുക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ കീം എക്സാം ഏറ്റവും നന്നായി എഴുതി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കോളേജിൽ തന്നെ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടാനായി ഇപ്പോൾ തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യാം.